ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പേഡ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റിൽ ബാക്കിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ 2 വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. പുതിയ പാഠപുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. फर्स्ट क्वेश्चन, कविता में पेड़ किन किन को सिलता है चुनकर नीचे लिखे. കവിതയിൽ മരം ആരെയൊക്കെയാണ് തുന്നുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. സിൽത്താ ഹെ. അപ്പോൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. നമ്മൾ അതിൽ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട് ധൂപ്. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, സൂര്യൻ, സൂര്യകിരണങ്ങൾ എന്നൊക്കെ പറയും. ഹവായും കാറ്റ്, ഫൂൽ ഫ്ലവേഴ്സ് പൂക്കൾ, ഗോസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കിളിക്കൂടാണ് കേട്ടോ. കിളിക്കൂട് നെസ്റ്റ്. പിന്നെ നെക്സ്റ്റ് ജമീനയാണ് നിലങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് കിനാരെ തീരം. ഓക്കെ. അരികിൽ, അരികെ എന്നൊക്കെ പറയും കേട്ടോ. അരിക്. നെക്സ്റ്റ് സമ്പന്ത് പഹചാനെ और ചോടെ ബനായി. അത് കണക്ഷൻ ഏതൊക്കെ ഇത് ഏതുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധൂപ്പ് ഛായ, മിട്ടി रंग, पानी आकाश, फूल पश्मीने. ओके. नेक्स्ट क्वेश्चन, कविता से ये आशय वाली पंक्तियां चुनकर लिखे. ഈ ആശയങ്ങൾ വരുന്ന കവിതയിലെ ലൈൻസ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. എഴുതാത്ര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ധൂപ് के सिलने से छायाएं बिगड़ गई है. നോക്കാം. धूप के सिलने से छायाएं बिगड़ गई है. धूप सिली तो बिगड़ गई कतरन कतरन छायाएं. नेक्स्ट क्वेश्चन, നെക്സ്റ്റ് ഈ ആശയം വരുന്ന ലൈൻസ് കേട്ടോ. പേടിനെ റംഗ് और सुगंध की सिलाई की. रंग महक की हुई सिलाई. नेक्स्ट, पेड़ ने मिट्टी रंग हवा और पानी को तर्शगों छोड़ा है. मिट्टी रंग हवा पानी को छोड़ा दिया तराश. पेड़ ने प्रत्येक फल में अपना स्वाद भरा है. आम में आम के स्वाद सिले हैं, जामुन में जामुन के. नेक्स्ट, शब्दों का आपसी संबंध पहचाने सिले या सिली से पूरा करें. ഇവിടെ അവർ സിലെ സിലി എന്ന് പറഞ്ഞിട്ട് ഗ്രാമർ വരുന്ന സംഭവമാണ്. അത് കണക്ട് ചെയ്ത് അവർ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ 4 എണ്ണം. സിലെ പത്തയാണ് വരിക. ബാക്കി എല്ലാം സിലി ആണ് വരിക കേട്ടോ. സിലി കലിയാം, സിലി നദിയാം, സിലി താലിയാം. അടുത്തത് पेड़ को दर्जी क्यों कहा गया है ചർച്ച ചലായെ കവിത का ആശയ ലിഖെ. മരത്തിന് എന്തുകൊണ്ടാണ് തയ്യൽക്കാരൻ എന്ന് പറയുന്നത് ചർച്ച ചെയ്ത് കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മുന്നിലുള്ള വീഡിയോസ് പാർട്ട് 1 വീഡിയോസിൽ കവിതയുടെ ആശയമെല്ലാം കറക്റ്റായിട്ട് മലയാളം എക്സ്പ്ലനേഷനും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അത് കൂട്ടുകാരൊന്ന് എഴുതി നോക്കുക കേട്ടോ, ആശയം എഴുതാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കവിത आपको कैसे लगी? अपना मत प्रकट करते हुए कवि के नाम पत्र लिखे. കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് കവിക്ക്, അതായത് സുശീൽ ശുക്ല എന്ന കവിക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ, ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലെറ്റർ നമുക്ക് നോക്കാം. ലെറ്റർ ആണ് കേട്ടോ. സേവാമേം സുശീൽ ശുക്ല, ഹോഷങ്കാബാദ്, മധ്യപ്രദേശ്. ഈ സേവാമേം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് കേട്ടോ. 2 എന്നാണ് സേവാമേം എന്ന് പറഞ്ഞാൽ. നമ്മൾ സുശീൽ ശുക്ലയ്ക്കാണ്, ഹോഷങ്കാബാദ് മധ്യപ്രദേശാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഓക്കെ. ആദരണീയ സുശീൽ ശുക്ല ജി, സാദർ നമസ്കാർ. റെസ്പെക്റ്റഡ് എന്ന് പറയില്ലേ, അതാണ് റെസ്പെക്റ്റഡ് സുശീൽ ശുക്ല ജി, നമസ്കാരം. मेरा नाम अनु है. मैं कक्षा 8 का एक विद्यार्थी हूँ. मैं आपकी കവിത പേഡ് പഠി മുझे बहुत अच्छी लगी. എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഞാൻ താങ്കളുടെ കവിത പേഡ് വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായി തോന്നി. കവിത की ഭാഷ सरल है लेकिन उसका अर्थ बहुत गहरा है. കവിതയുടെ ഭാഷ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, പക്ഷേ അതിനർത്ഥം ഒരുപാടുണ്ട് അല്ലേ. ഭയങ്കര ഇന്നർ മീനിങ്സ് ഉള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള കവിതയാണ്. ഇത് ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. पेड़ को दर्जी के रूप में दिखाया एक नई कल्पना है. മരത്തിനെ ഒരു തയ്യൽക്കാരനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പുതിയ ആശയമാണ്. आपने लिखा हुआ है पेड़ ने मिट्टी, हवा, रंग, पानी में प्राकृतिक तत्वों को एक साथ जोड़कर सुंदर रूप बनाया जाता है. അപ്പോൾ താങ്കൾ എഴുതിയിട്ടുണ്ട് അതിൽ മരം എന്ത് ചെയ്യുന്നുണ്ട്? സോയിലിനെയും കാറ്റിനെയും കളറിനെയും വെള്ളത്തിനെയും എല്ലാം കൂടെ നിങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു ഭംഗിയുള്ള സുന്ദർ രൂപത്തിൽ അത്
രൂപപ്പെടുത്തിയിരിക്കുന്നു. इसमें से पेड़ की सूचनात्मक शक्ति को दर्शाती है. മരത്തിന്റെ സൂചനാത്മകമായ ശക്തിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വാസ്തവമേ पेड़ प्रकृति का कलाकार है. ശരിക്ക് പ്രകൃതിയിൽ ഒരു കലാകാരനാണ് ആര്? മരം. आपका इस कविता पढ़ने के बाद मुझे ऐसा लगा हमें प्रकृति से प्यार करना है और रक्षा भी करना चाहिए. താങ്കളുടെ ഈ കവിത വായിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം, അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുകയും വേണം. ओके इस पाठ को पढ़ने के बाद मैंने भी पेड़ों की रक्षा करने का निर्णय लिया. ഈ പാഠം പഠിച്ചതിന് ശേഷം ഞാനും മരങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു, തീരുമാനമെടുത്തു. ഓക്കെ मैं आपको दुनिया को ऐसा लेखन देने के लिए धन्यवाद देता हूँ. അതായത് ഇതുപോലൊരു വർക്ക് അല്ലെങ്കിൽ ഇതുപോലൊരു പോയം ഈ ലോകത്തിന് സമ്മാനിച്ചതിന് താങ്കളോട് ഞാൻ നന്ദി പറയുന്നു. मैं आशा करती हूँ आप ऐसे और रचनाएं लिखते रहेंगे. താങ്കൾ ഇനിയും ഇതുപോലെയുള്ള രചനകൾ എഴുതുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ ആപ്കാ ശുഭചിന്തക് അനുവേസ്. ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ലെറ്റർ വരുന്നത്. ഇദ്ദേഹമാണ് സുശീൽ ശുക്ല കേട്ടോ. ഇദ്ദേഹം 25 മാർച്ച് 1974 മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലാണ് ജനിച്ചത്. അറിയാലോ, അതിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേറെ കൃതികളുടെ പേരും കാര്യങ്ങളും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.